നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സംവിധാനത്തെയും വെല്ലുവിളിച്ച സംഭവത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത നടപടി നിയമപരമായി പുനഃപരിശോധിക്കണമെന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് നടപടി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയുടെ പ്രവൃത്തിക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു കുറ്റകൃത്യത്തിന് പല പോലീസ് സ്റ്റേഷനുകളിൽ വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമപ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ഒരു കേസ് മാത്രമേ നിലനിൽക്കൂ. ഒരു കുറ്റത്തിന് തന്നെ ഒന്നിലധികം സ്റ്റേഷനുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഭാവിയിൽ വിചാരണ വേളയിൽ പ്രതിക്ക് അനുകൂലമായ നിയമ സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്നാണ് പരാതിയിലെ പ്രധാന മുന്നറിയിപ്പ്. അതിനാൽ അർജുൻ ആയങ്കിക്കെതിരെ ശക്തവും നിയമപരമായി നിലനിൽക്കുന്നതുമായ നടപടികൾ ഉറപ്പാക്കാൻ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പുനഃപരിശോധിക്കണം എന്നാണ് DGPക്ക് കൈമാറിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിലവിൽ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിച്ചു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റഡി ലഭിക്കുന്നതോടെ ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോലീസിനെ പരിഹസിച്ച് റീലുകളും കമന്റുകളും പ്രചരിപ്പിച്ചത് സുഹൃത്തായ പ്രണവാണെന്ന് അർജുൻ മൊഴി നൽകിയതായാണ് വിവരം. നിലവിൽ ഒളിവിലുള്ള പ്രണവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ സോഷ്യൽ മീഡിയ പേജുകളുടെ അഡ്മിന്മാരാക്കി സൈബർ ആക്രമണം നടത്തിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എറണാകുളത്ത് നിലവിലുള്ള 3 കേസുകളിൽ ഒന്നിൽ ലഭിച്ച ജാമ്യം റദ്ദാക്കാനായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റൂറൽ SP വ്യക്തമാക്കി. വ്യക്തമായ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച പശ്ചാത്തലത്തിൽ ഇയാളെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ഇതിനു പുറമെ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. ഇയാളുടെ കേസുകളുടെ വിശദമായ ചരിത്രമടങ്ങിയ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് കൈമാറും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയങ്കി കണ്ണൂരിൽ എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഒളിവിൽ തങ്ങാൻ സഹായം നൽകിയ സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം ആയങ്കി അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ കോതമംഗലം പോലീസ് തലശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താനായി ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഗുണ്ടകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളുടെ സ്രോതസ്സും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യമായും നടത്താനും ദിനംപ്രതിയുള്ള വിവരങ്ങൾ പുറത്തുവിടരുതെന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാലും അർജുൻ ആയങ്കിക്കെതിരെ വിവിധയിടങ്ങളിൽ സമാനമായ കേസിൽ പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതി ലഭിക്കുന്നത്. എന്തായാലും അർജുൻ ആയങ്കി മാത്രമല്ല, സഹായിച്ച കൂടുതൽ ആളുകളെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്.